ഇവൻ്റെയൊക്കെ തലയിൽ വരച്ചത് എൻ്റെ കാലിലൊന്ന് വരച്ചിരുന്നെങ്കിൽ. വിളിക്കാനും കളിക്കാനും എല്ലാ ആളുണ്ട്. ഞാൻ സങ്കടത്തോടെ കളി മതിയാക്കി ഗ്രൗണ്ടിൽ നിന്നും വീട്ടിലേക്ക് പോന്നു. ഗ്രൗണ്ടിൽ നിന്നും വീട്ടിലേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. ബൈക്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ മുകളിലെ വീട്ടിലെ ചേച്ചിയുടെ മകൾ റോഡിലൂടെ വരുന്നുണ്ടായി. ഞാൻ നോക്കാനൊന്നും പോയില്ല. നോക്കിയിട്ടും കാര്യമില്ലല്ലോ, നമ്മളെയൊന്നും അവൾ മൈൻഡ് ചെയ്യില്ല. പെട്ടെന്നാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ ചേച്ചി ഒറ്റയ്ക്കേ വീട്ടിലുള്ളൂ. മീര എന്തിനാ എല്ലാം അറിഞ്ഞിട്ടും ആരുമില്ലാത്തപ്പോൾ അങ്ങോട്ട് പോകുന്നത്? ഇനി ഞാൻ വിചാരിച്ച പോലെ വല്ലതുമുണ്ടോ അവർ തമ്മിൽ? അല്ല, ഇനി എനിക്ക് വേണ്ടി വല്ലതിനും പോയതാവുമോ? എന്തായാലും വീട്ടിലെത്തട്ടെ, ഇതൊന്നും അറിഞ്ഞിട്ടേ ബാക്കി കാര്യം. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു. വീട്ടിലെത്തിയപ്പോൾ അമ്മ കുളിച്ചൊരുങ്ങി സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായി. ആ ഇരിപ്പ് കണ്ടാൽ അറിയാം ആ അണ്ണനെ കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്ന്. എന്നാലും എൻ്റെ സംശയം, ഇത്രയൊക്കെ ആൾക്കാരുണ്ടായിട്ടും അമ്മയ്ക്ക് മതിയാകുന്നില്ലേ? വല്ലാത്തൊരു കരുപ്പ് തന്നെ. മീര വന്നില്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചു. ഇല്ലടാ, അവളവിടെ മുകളിലുണ്ട്, അമ്മ പറഞ്ഞു. ഞാൻ നേരെ അകത്തേക്ക് കയറി. ഞാൻ അവളുടെ റൂമിൽ പോയി നോക്കി. അവളുടെ ഫോൺ വല്ലതും അവിടെ ഉണ്ടോയെന്നറിയാൻ റൂമിലെല്ലാം നോക്കിയിട്ടും ഫോൺ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ അവളുടെ തലയിണക്കടിയിൽ നിന്നും കുറച്ച് 500-ൻ്റെ നോട്ടുകൾ എനിക്ക് കാണാൻ പറ്റി. ഞാൻ നോക്കുമ്പോൾ ഏകദേശം 50,000-ന് മുകളിൽ കാണും ആ പണം. ഇതെവിടെന്നാ ഇവൾക്ക് ഇത്രയും പണം? ഇന്ന് രാവിലെ വരെ അമ്മയുടെ കയ്യിൽ നിന്നും 200 രൂപ വാങ്ങിച്ചല്ലേ അവൾ കോളേജിലേക്ക് പോയത്. ഞാൻ വേഗം അവളുടെ ബെഡും പൊക്കി നോക്കി. കട്ടിലിനടിയിൽ കിടക്കുന്നു 5-6 സിം കാർഡുകൾ, കൂടെ കുറച്ച് പേപ്പറുകളുമുണ്ട്. ഞാനതെല്ലാം തട്ടി മാറ്റി നോക്കിയപ്പോൾ ഒരു ചെറിയ പോക്കറ്റ് നോട്ട്ബുക്ക് എനിക്കവിടെ നിന്ന് കിട്ടി. ഞാൻ ചുമ്മാ അതൊന്ന് തുറന്നു നോക്കി. അതിൽ കുറേ ആളുകളുടെ പേരും നമ്പറും എഴുതി വെച്ചിരിക്കുന്നു. 2-3 പേജ് മറിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഒരു പേരുടക്കി. ലില്ലി സ്പാ എന്നായിരുന്നു ആ പേര്. ഞാൻ വേഗം ആ നമ്പർ ഫോട്ടോ എടുത്ത് വെച്ചു. പുറത്തുനിന്ന് അവളുടെ സൗണ്ട് ഞാൻ കേട്ടു. അവൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ വേഗം അതെല്ലാം അവിടെ വെച്ച് പുറത്തേക്കിറങ്ങി. എന്നെ അവൾ കാണും മുമ്പ് ഞാൻ വേഗം എൻ്റെ റൂമിലേക്ക് കയറി കതകടച്ചു. എൻ്റെ കാലുകളും കൈകളും വിറയ്ക്കാൻ തുടങ്ങി. ഇവളിതെന്ത് ഭാവിച്ച? ഇവൾക്ക് എവിടെന്നാ ഇത്രയും ക്യാഷ്? അല്ല, ആരാണ് ഈ ലില്ലി? അങ്ങനെ 100 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ. ആരോ കതകിന് തട്ടുന്നത് ഞാൻ കേട്ട് ചോദിച്ചു, ആരാ? ഞാനായിട്ടാ, തുറക്ക്. അവളായിരുന്നു അത്. ഞാൻ കതക് തുറന്നു. എന്താണ് ചേട്ടാ കതകൊക്കെ അടച്ച പരിപാടി? ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കാൻ തുടങ്ങിയോ? അവൾ എന്നോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ ഒരു തലവേദന. ഞാൻ വലിയ മൂഡില്ലാതെ പറഞ്ഞു. എന്തു പറ്റി? ഒരു ശോകം? തലവേദന ആയതുകൊണ്ടാണോ? അവൾ ചോദിച്ചു. അറിയില്ലടി, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ആണോ? എന്നാ ഞാൻ പോയി കുറച്ച് കട്ടനുണ്ടാക്കിക്കൊണ്ട് വരാം, അത് കുടിച്ചു നോക്ക്, കുറച്ച് കുറവുണ്ടാവും, അവൾ പറഞ്ഞു. ഏയ് അതൊന്നും വേണ്ട, കുറച്ചു നേരം കിടന്നാൽ മാറും. എന്നാ ചേട്ടൻ കിടന്നോ, മാറിയിട്ട് വിളിക്ക്, ഞാൻ റൂമിലുണ്ടാവും. നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആടി, ഞാൻ വിളിക്കാം, ഞാൻ അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾ അവളുടെ റൂമിലേക്ക് പോയി. ഞാൻ വീണ്ടും കതകടച്ചു. എന്തായിരിക്കും അവൾക്കെന്നോട് പറയാനുള്ളത്? അപ്പോൾ തന്നെ ചോദിക്കായിരുന്നു, വെറുതെ അഭിനയിച്ച് കുളമാക്കി. ഞാൻ നേരെ ഫോണെടുത്ത് അവൾ ഓൺലൈനിലുണ്ടോ എന്ന് നോക്കി. ഓൺലൈനിലൊന്നും അവളെ കാണുന്നില്ല. ഞാൻ പതിയെ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. അമ്മ ടി വിയും കണ്ട് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ വേഗം അമ്മ കാണാതെ തിരിച്ച് റൂമിലേക്ക് തന്നെ കയറി. എന്നാലും എന്തായിരിക്കും അവൾക്ക് എന്നോട് പറയാനുള്ളത്? ഞാൻ വേഗം ഫോണെടുത്ത് അവൾക്കൊരു മെസ്സേജ് അയച്ചു. എൻ്റെ മെസ്സേജ് കണ്ട അവൾ ഉടൻ എനിക്ക് റിപ്ലൈ തന്നു. എന്തായി, തലവേദന മാറിയോ എന്നായിരുന്നു അവളുടെ മെസ്സേജ്. ആ കുഴപ്പമില്ല, കുറവുണ്ട്, ഞാൻ പറഞ്ഞു. എന്നാ ഇങ്ങോട്ട് വാ, അവൾ പറഞ്ഞു. എടി, അമ്മയുണ്ട് ടി വിയുടെ മുന്നിൽ, വരാൻ പറ്റില്ല. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ ചോദിച്ചു. അതാണോ? അത് നിനക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു അനിയത്തി ചേട്ടന് പരിപാടി സെറ്റാക്കി കൊടുക്കുന്നത്. നന്ദി വേണം, നന്ദി.
എന്താടി നീ പറയുന്നേ, ഒന്ന് തെളിച്ചു പറ. എന്നാ ചേട്ടൻ വിളിക്ക്, ഞാൻ പറയാം, അവൾ പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾക്ക് കോൾ ചെയ്തു. ഹലോ, പറയടി. ആ അത് ചേട്ടാ, ആ ചേച്ചി ഒരു പാവ. ആ കാട്ടുമാക്കാൻ ആ ചേച്ചിയിട്ട് കൊല്ലാക്കൊല ചെയ്യാ. ഏ എന്താടി നീ പറയുന്നേ, ഒന്ന് തെളിച്ചു പറ, വെറുതെ എന്നെ വട്ടുപിടിപ്പിക്കല്ലേ നീ. ഓ ആദ്യം ഞാൻ പറയട്ടെ, ഏട്ടൻ തിരക്ക് പിടിക്കല്ലേ. എന്നാ പറഞ്ഞ തൊലക്കടി, ഞാൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. എടാ, ഞാൻ നിൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കാൻ അവിടെ പോയതാ. ആ പെണ്ണ് കോളേജ് വിട്ട് വന്നാൽ പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഉടനെ വന്ന് അങ്ങോട്ട് കയറിയത്. ആ എന്നിട്ട് എന്നിട്ട് എന്തുണ്ടായി, ഞാൻ ചോദിച്ചു. ഞാൻ ഇന്നും ചേച്ചിയെ കാണാൻ പോയപ്പോൾ ചേച്ചിക്കത് നല്ല സന്തോഷമായി. ചേച്ചി എനിക്ക് ജ്യൂസെല്ലാം തന്നു. എൻ്റെ അടുത്തിരുന്ന് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങി. ചേച്ചിയുടെ നോട്ടവും ഭാവവും കണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി, ചേച്ചി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. അയ്യോ, നീ അങ്ങനെ ചോദിച്ചോടി, നീ എന്തിനാ അങ്ങനെ ചോദിക്കാൻ പോയത്, മോശമല്ലേ. എടാ നീ ബാക്കി കേക്ക്, ധൃതി പിടിക്കല്ലേ. ആ പറ. ഞാനത് ചോദിച്ചതും ചേച്ചി ആകെ വല്ലാണ്ടായി. എനിക്കാണെങ്കിൽ ചോദിക്കണ്ടായിരുന്നെന്ന് തോന്നി. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒന്നും വിചാരിക്കണ്ട, ചേച്ചിയുടെ പെരുമാറ്റം എനിക്ക് എന്തോ പോലെ തോന്നി, അതാ ഞാൻ ചോദിച്ചത്. ചേച്ചിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ലേ, ഇനി അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ. അത് കേട്ടതും എൻ്റെ കണ്ണിലേക്ക് നോക്കി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു, ഇല്ല മോളെ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചുമ്മാ മോളുള്ള ഇഷ്ടം കൊണ്ട് നോക്കിയതാ, നീ അത് കാര്യമാക്കണ്ട. ഏയ് ഇല്ല ചേച്ചി, ഞാനത് കാര്യമാക്കുന്നില്ല. പക്ഷേ എന്തോ ഒരു പ്രശ്നം ചേച്ചിക്കുണ്ട്. ചേച്ചി ഹസ്ബൻഡിൻ്റെ കൂടെ ഹാപ്പി അല്ലേ, വല്ല ദാമ്പത്തിക പ്രശ്നം വല്ലതും ഉണ്ടോ. ഏയ് അതൊന്നും ഇല്ല മോളെ, അതൊക്കെ കൂടിയിട്ടാ, ചേച്ചി എന്നോട് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് ചോദിച്ചു, ഞാൻ അവളോട് ചോദിച്ചു. ഇനി ഞാനെന്ത് ചോദിക്കാൻ, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. അതുകൊണ്ട് ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ, വല്ലതൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടി എന്തെങ്കിലും ആകണം, അല്ലാതെ ഒരു ഇരുമ്പിലൊക്കെ വെച്ച് കുത്തിപ്പൊളിച്ചിട്ട് അങ്ങ് പോകല്ല. ഞാനൊരു പെണ്ണാണെന്നുള്ള വിചാരം പോലും അയാൾക്കില്ല. എന്നും എനിക്ക് വേദനയും കണ്ണീരും ബാക്കി. അത് പറഞ്ഞ് ചേച്ചി കണ്ണിൽ വെള്ളം നിറച്ചു. അയ്യോ പാവം, ആ അണ്ണൻ അത്രക്കാരനാണോ. ആ ശരിയാ, അന്ന് ഞാൻ കണ്ടതാ, ഒരു ഉലക്ക തന്നെയാ, ഒരു ദയവുമില്ല അയാൾക്ക്, എനിക്കറിയാം. ഞാൻ അവളോട് പറഞ്ഞു. ആ ഏട്ടാ, എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭാവം തോന്നി. ഞാൻ പലതും പറഞ്ഞ് ചേച്ചി സമാധാനിപ്പിച്ച് നോക്കി. ആ എന്നിട്ട് പിന്നെ എന്തു പറഞ്ഞു. പിന്നെ അയാളൊരു മൃഗമാണെന്നും അയാൾക്ക് അയാളുടെ കാര്യം മാത്രം നടന്നാൽ മതിയെന്നും അത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പാട് നോക്കി പോകുമെന്നും എല്ലാം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഒന്നറിഞ്ഞ് സംസാരിച്ചിട്ട് കൂടിയില്ല. ബിസിനസ് എന്നും പറഞ്ഞ് നടക്കും. അയാൾക്ക് തോന്നുമ്പോൾ കയറി വന്ന് മെതിച്ചിട്ടങ്ങ് പോകും. ശരിക്കും മടുത്തു, ഒരുപാട് സഹിച്ചു. അയാളുടെ കൂടെയുള്ള ജീവിതം. ഒരു പെൺകുട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ചേച്ചിനോട് പറഞ്ഞു. കൊള്ളാം. ഞാൻ കരുതി അവർ സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് നടക്കുകയാണെന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം. അല്ല, എന്നിട്ട് നീ എന്ത് പറഞ്ഞു. ഞാനോ, ഞാൻ ആ ഗ്യാപ്പിൽ ഒന്ന് സമാധാനിപ്പിച്ചു. കാരണം നിൻ്റെ കാര്യം നടത്താൻ പറ്റിയ ഒരവസരമാണല്ലോ വന്നേക്കുന്നത്. അതെങ്ങനെ, ഞാൻ അവളോട് ചോദിച്ചു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് പറഞ്ഞു. സാരില്ല ചേച്ചി, ചേച്ചി വിഷമിക്കണ്ട. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ നടക്കുന്നതാണെന്നും അതിനൊക്കെ വേറെ ഐഡിയ ഉണ്ടെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറയാ, ഏതോ വീഡിയോയിൽ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടത്രേ, അതിനാണ് ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയതെന്ന്. ഓ അങ്ങനെ, കൊള്ളാലോ, പുതിയ സ്റ്റെപ്പ്. എന്നിട്ട് ബാക്കി പറയടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളതൊന്നും ആലോചിക്കണ്ട, ആ കാര്യമെല്ലാം ഞാൻ സെറ്റാക്കി തരാമെന്ന്. അത് കേട്ട ചേച്ചി എന്നോട് പറഞ്ഞു, നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നതെന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. അല്ലെങ്കിൽ തന്നെ സമയം പോയതറിഞ്ഞില്ല. ആ കുരുപ്പ് മകൾ വന്നാൽ എല്ലാം നശിക്കും. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അവൾ അത് പറഞ്ഞു തുടങ്ങും മുമ്പേ പെട്ടെന്ന് ഹാളിൽ നിന്നും അമ്മയുടെ വിളി വന്നു. ഡാ
അമ്മ വിളിക്കുന്നുണ്ടല്ലോ, അവൾ എന്നോട് പറഞ്ഞു. ഓ ഡി, നിന്നെയാണെന്ന് തോന്നുന്നു, നീ ഒന്ന് പോയി നോക്ക്, ഞാൻ അവളോട് ഫോണിൽ കൂടി പറഞ്ഞു. എടാ എനിക്കൊന്നും വയ്യ, നീ ഒന്ന് പോയി നോക്ക്, അവൾ എന്നെ നിർബന്ധിച്ചു. സാധാരണ പോയി നോക്കാതെ ഞാൻ അവളെ വെറുപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ എഴുന്നേറ്റ് പോയി നോക്കി. എന്താ അമ്മേ, ഞാൻ അമ്മയോട് ചോദിച്ചു. എടാ നീ ആരെ വിളിച്ചത്, അവളെവിടെ? കോളേജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ വാതിലുമടച്ച് അങ്ങ് കിടന്നോളൂ, ഒരു പണിയും എടുക്കണ്ട. മര്യാദക്ക് വന്ന് അവളോട് മീൻ വറുക്കാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പോയി പറഞ്ഞേക്ക്, അമ്മ എന്നോട് പറഞ്ഞു. ഞാനത് കേട്ട് അവളോട് പറയാൻ അവളുടെ റൂമിലേക്ക് പോയി. റൂമിൻ്റെ അടുത്തെത്തി അവൾ ആരുമായോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ അവിടെ തന്നെ നിന്ന് കാതോർത്തു. ആ സത്യമായിട്ടും ഞാൻ 12 മണിക്ക് ശേഷം വരാം, നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് അവൾ ആരോടോ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പിന്നെ ബാക്കി കേൾക്കാൻ നിൽക്കാതെ നേരെ റൂമിലേക്ക് കയറി. എന്നെ കണ്ട അവൾ വേഗം കോൾ കട്ട് ചെയ്ത് ഫോൺ മാറ്റി വെച്ചു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കോള് കണക്റ്റ് ആയിക്കൊണ്ട് എന്നോട് ഇത്ര നേരം സംസാരിച്ച ഫോൺ ബെഡിൽ കിടക്കുന്നുണ്ട്. ആരാടിയത്? ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും നീ വിളിച്ചല്ലേ, നിനക്കിതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? റൂമിലേക്ക് കയറിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അത് ആരുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടാ, ചുമ്മാ വിളിച്ചതാ, അവൾ എന്നോട് പറഞ്ഞു. ആ അതൊക്കെ എനിക്കറിയാം, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് ഞാൻ പിന്നെ ചോദിക്കാം. ഇപ്പോൾ നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, പോയി നോക്ക്, ഞാൻ അവളോട് പറഞ്ഞു. എന്താ നിനക്കറിയാനുള്ളത്? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, ഇപ്പോൾ എന്താ പുതിയൊരു ഡൗട്ട്? അതൊക്കെ ഞാൻ പറയാടി, നീ ഇപ്പോൾ പോയിട്ട് വാ. ഇങ്ങനെ ഡൗട്ടാണെങ്കിൽ ഞാൻ ഇനി ഒന്നിനുമില്ല, നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ചേച്ചിയെ നീ തന്നെ പോയി അങ്ങ് സെറ്റാക്കിക്കോ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. വേണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും പറയണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവളെ എങ്ങനെയൊന്ന് സോപ്പിലിടും. ഞാൻ തലയും ചൊറിഞ്ഞ് എൻ്റെ റൂമിലേക്ക് നടന്നു. ടി വി കണ്ടുകൊണ്ടിരുന്ന അമ്മ ഞാൻ വരുന്നത് കണ്ട് എന്തോ മറച്ചു വെക്കുന്നതായി എനിക്ക് തോന്നി. ഫോണാണെന്ന് മനസ്സിലാക്കി ഞാൻ അത് മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോയി. വേഗം ഫോണെടുത്ത് അവൾക്ക് കുറേ സോറി എന്ന മെസ്സേജ് അയച്ചു. മീൻ വറുത്ത് കഴിഞ്ഞ് അവൾ നേരെ എൻ്റെ റൂമിലേക്ക് വന്നു. ഞാൻ ആ വരവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ നോക്ക്, ഇനി എന്നെ കിട്ടില്ല, നീ ഒരുമാതിരി CBI പോലെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നു, അവൾ ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു. എടി അത് ഞാൻ ചുമ്മാ, നീ അത് വിട്, ഞാൻ അവളോട് പറഞ്ഞു. അല്ല നിന്നോട് ആരാ എൻ്റെ ബെഡൊക്കെ പൊക്കി നോക്കാൻ പറഞ്ഞത്? ഞാൻ എപ്പോഴെങ്കിലും വന്ന് നിൻ്റെ ബെഡ് പൊക്കി നോക്കിയിട്ടുണ്ടോ? അവൾ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു. ഓ അതാണോ മോളുടെ പ്രശ്നം? അതും ഞാൻ ചോദിക്കാൻ നിന്നതാ. അല്ല എവിടെന്നാ നിനക്ക് ഇത്രയും പണം? എന്താ നിൻ്റെ പരിപാടി? ഞാൻ അവളോട് ചോദിച്ചു. അതൊന്നും നീ അറിയണ്ട, എൻ്റെ വട്ടച്ചെലവിനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കും, നീ അതൊന്നും കയറി ഇടപെടണ്ട. ഓ ഒരു വട്ടച്ചെലവുകാർ വന്നിരിക്കുന്നു, നിനക്ക് ആവശ്യമുള്ള ക്യാഷൊക്കെ അമ്മ തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയുന്നേ? ഞാൻ അവളോട് ചോദിച്ചു. ക്യാഷോ? എന്ത് ക്യാഷ്? 100 രൂപയോ 200 രൂപയോ? അതുകൊണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് വലുതുമാകുമോ? മാസം ഫോണിൽ റീചാർജ് ചെയ്യണമെങ്കിൽ തന്നെ വേണം 400 രൂപ. ഇത് അമ്മയോട് ചോദിച്ചാൽ തരുമോ? അല്ല നീ തരാറുണ്ടോ എനിക്ക്? അവളുടെ ആ ചോദ്യം കേട്ട് ഞാനാകെ ഇല്ലാണ്ടായിപ്പോയി. നിന്നോട് ഞാൻ ഒരു ദിവസം ചോദിച്ചപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത്? എൻ്റെ കയ്യിലൊന്നുമില്ല, വേണമെങ്കിൽ വല്ല ജോലിക്കും പോയി ഉണ്ടാക്കിക്കോ എന്ന്. ഞാനോ? ഞാനെപ്പോൾ പറഞ്ഞു അങ്ങനെ? ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓ മോൻ മറന്നുപോയി കാണും, പക്ഷേ ഞാൻ മറക്കില്ല. എനിക്കൊരു ചുരിദാർ വാങ്ങി തന്നിട്ടുണ്ടോ നീ? അല്ലെങ്കിൽ ഒരു കമ്മലെങ്കിലും? നീ ആലോചിക്കണ്ട. അമ്മയോട് ചോദിച്ചാൽ അമ്മ അപ്പം തുടങ്ങും ദാരിദ്ര്യം പറിച്ചിൽ. പിന്നെ എനിക്കും ജീവിക്കണ്ടേ എൻ്റെ കൂട്ടുകാരികളെ പോലെ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേട്ട് എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. ശരിയാ, അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്, എനിക്കും തോന്നി. എന്നാലും ഞാൻ അവളെ ഒന്ന് തിരുത്താൻ നോക്കി. അതും വിചാരിച്ച് നീ എന്തിനാടി പണിയൊപ്പിച്ചു വെക്കുന്നത്? ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്നതാണ്, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാകും എന്ന് വെച്ച് തോന്നിയ പോലെ നടക്കണമെന്നാണോ? നിനക്ക് ഇതിൻ്റെയൊക്കെ ഗൗരവം അറിയാനിട്ടാ, ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഡി നീ സത്യം പറയണം,
ആ പണമെല്ലാം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതറിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും അറിയണ്ട. ആണോ? എന്നാ കേട്ടോ, അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എങ്ങനെയാണെന്ന് അറിയണോ ചേട്ടന്? ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.